വെസറ്റൈൽ ആക്ടർ ഇന്ദ്രൻസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. കുറേ കാലമായി നമ്മൾ നേരിലിങ്ങനെ മുഖാമുഖം ഇരുന്നിട്ടല്ലേ. പണ്ട് സ്ഥിരം സിനിമാ ലൊക്കേഷനുകളിലൊക്കെ പതിവായി കാണാമായിരുന്നു. ഇപ്പം അതെല്ലാം കുറഞ്ഞ് ഇപ്പം ഈ മേശപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കേണ്ട ഗതികേടിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അല്ലേ, സത്യമല്ലേ? അപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് പേട്രിയറ്റ് ആണ്. അതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഒരു വലിയ താരനിരയോടൊപ്പം ചേട്ടനും വരുന്നു എന്നുള്ളതപ്പുറം അതൊരു കൗതുകമുള്ള കാര്യമാണ്, അതൊരു പുതിയ അനുഭവമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വലിയ പുതിയ അനുഭവമാണ്. അത്രയും വലിയ താരങ്ങളുള്ളൊരു സിനിമയിൽ അങ്ങനെ അവർക്കൊപ്പം ഒരു ചെറുതെങ്കിലും ചെയ്യാൻ അങ്ങനെ സന്ദർഭത്ത് വരാറില്ല. ചേട്ടൻ്റെ തോള് തട്ടിയിട്ട് ലാലേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്, വി ഹാവ് എ ഡീൽ എന്ന് പറയുന്നു. ആ ഒരു ഷോർട്ട് ഓർമ്മയുണ്ടോ? ആ സമയത്ത് സാധാരണഗതിയിൽ അദ്ദേഹം എന്തെങ്കിലും ചെവിയൊന്ന് പറയണം ആ ഷോട്ട് കഴിഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച്. അന്നും എന്തെങ്കിലും ചെവിയൊന്ന് പറഞ്ഞു? ഇല്ല. അത്രയും ഒരു നൈറ്റ് ആയിരുന്നു. അത്രയും ഗൗരവം ഉള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കും ആളും വളരെ ഒതുങ്ങിയിരിക്കുന്നുണ്ടായി. കാണാനല്ലേ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അല്ല, മൂഡ് മാറാൻ പാടില്ലാത്തൊരു അങ്ങനെ ഒരു മൂഡില്ല, മേക്കപ്പിലൊക്കെ ആയിരുന്നു. അതെ, അതുകൊണ്ട് വേറെ തമാശകൾ ഉണ്ടായില്ല. ഉണ്ടായില്ല. ശരി, മഹേഷ് നാരായണന്റെ മാലിക്കിലും വളരെ ചെറുതാണ് പക്ഷെ ശക്തമായൊരു വേഷമാണ്. ജോർജ് സക്കറിയ എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു സിഐയുടെ ക്യാരക്ടറാണ് അല്ലേ? എന്താണ് ഈ മഹേഷ് നാരായണനുമായിട്ടുള്ളൊരു ബന്ധം? ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ ആദ്യം കാണുമ്പോഴും പിന്നെ ഒരു വലിയ സിനിമ അതിനു മുമ്പ് നമ്മൾ കമലഹാസൻ്റെ ഒക്കെ സിനിമയുടെ എടുത്തിരുന്നൊക്കെ അറിയാം, മലയാളിയാണ്. അപ്പം പിന്നെ പറഞ്ഞു വന്നപ്പോൾ അറിയാവുന്ന ആളാണ്. വലിയ സിനിമയെ കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ വിളി വരുന്നതാണ്. അതൊരു ഇഷ്ടമുള്ളൊരു സംവിധായകനാണോ മഹേഷ്? അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മാലിക് അങ്ങനെ ഒരു സിനിമയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ചേട്ടന്റെ പുസ്തകത്തിന്റെ ആത്മകഥയുടെ റിലീസ് മീൻസ് അതിന്റെ പേജ് മുഖചിത്രത്തിന്റെ റിലീസ്. NS മാധവനെ പോലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് അത് നിർവഹിച്ചത്. എന്തായിരുന്നു അന്നത്തെ അവിടുത്തെ അനുഭവം സിനിമയ്ക്ക് അപ്പുറത്തേക്ക്? ചില പട്ടുകൾ നെയ്യുന്നത് തറിയിലല്ല, സ്വയംവര സിൽക്സ്, നെഞ്ചിൽ നെയ്യുന്ന പട്ട്. നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഒന്നാമത് അതിൻ്റെ അങ്ങനെ ഒരു സ്വീകരിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിത അനുഭവം. പലപ്പോഴും ഇത്തിരി ശങ്കിച്ചാണ് എഴുതുകയോ പറയുകയോ ചെയ്യാറുള്ളത്. കാരണം അത് മോശമാണോ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നാണക്കേടാണോ എന്നൊക്കെ ഇങ്ങനെ ഒരിക്കൽ അമ്മ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം ഇങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെയെല്ലാം നമ്മൾ പറയണത് പങ്കമല്ലേടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് അപ്പോഴും പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ ഇവിടെ അതൊന്നും നമ്മളെ അനുഭവം പറയുന്നില്ല. ഒരു പക്ഷേ അത് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളവരാണെങ്കിൽ അയ്യോ എൻ്റെ അനുഭവം ഇതായിരുന്നു എന്ന് വിചാരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഒരു അനുഭവമേ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് അറിയാമല്ലോ. അപ്പോൾ അത് പറയുന്നതിന് കുഴപ്പമില്ലാതെ കൂട്ടുകാരൊക്കെ പറഞ്ഞു. പിന്നെയും അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇഷ്ടമല്ല. അത് ഓരോ അനുഭവങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ അമ്മയുടെ അടുത്ത് കൂടുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനമൊക്കെ മാതൃഭൂമിയുടെ വീക്കിലിയുടെയൊക്കെ ഒരു പേജ് നമുക്ക് കിട്ടുന്നത്, അതിലൂടെയൊക്കെ അതിനൊക്കെ യോഗ്യമാണെന്ന് അറിയുമ്പോഴുള്ള ഒരു സന്തോഷത്തിനപ്പുറം ഒരു ഞെട്ടലാണ്. അഭിമാനം. പിന്നെ അങ്ങനെ അപ്പോൾ അതും പുസ്തകമാകുന്നു. ഒരുപാട് പേര് പിന്നെ അഭിപ്രായം പറയും. എഴുത്തുകാരിൽ തന്നെ ചിലരൊക്കെ കുഴപ്പമില്ല ചെയ്തോ എന്ന് പറയുന്നു. പിന്നെ NS മാധവൻ നമ്മൾ കേരളത്തിൽ ഇല്ലാത്തൊരു എഴുത്തുകാരൻ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എപ്പോഴെങ്കിലുമൊക്കെ ഫോട്ടോ കിടമ്പോൾ സൂട്ടൊക്കെ ഇട്ട് അത് ഡൽഹിയിലവിടെ ഇല്ലേ, അദ്ദേഹത്തിന് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയർ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ വായിച്ചെങ്കിലും ഈ അവസാനം നമ്മൾ ഭീമച്ചനാണ് വായിക്കുന്നത്. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. എന്നിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്നാണ് അറിയുന്ന മാധവൻ സാർ വരും, പേജ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് കാണുന്നു, അടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു സ്വപ്നം പോലെ തന്നെ തോന്നുന്ന ഒരു അവസ്ഥ. സാർ വായിച്ചിട്ടുണ്ടോ കണ്ണശ മാതൃഭൂമി വന്നത്? അത് ഇടയ്ക്ക് ചിലതൊക്കെ വായിച്ചു. ഇനിയിപ്പോൾ ഞാനത് ഇവർ തരുന്നു, പെട്ടെന്ന് ഞാൻ വായിക്കും. പിന്നെ സിനിമകൾ CD ഉണ്ണികൃഷ്ണൻ മുതൽ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ സിനിമകൾ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. സിനിമകളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ പറഞ്ഞു. ഇഷ്ടപ്പെട്ട സിനിമ കഥാപാത്രങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. ആദ്യമൊക്കെ കോമഡി പടങ്ങൾ ഓരോന്ന് ഇടയ്ക്ക് പറഞ്ഞു.
പിന്നെ ഹോം പോലെ ആളൊരുക്കം പോലുള്ള സിനിമകളൊക്കെ മൺറോത്തുരുത്തൊക്കെ എടുത്ത് പാടും. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം നമ്മളെ, അല്ലേ? അതൊരു വലിയ കാര്യമാണ്, അല്ലേ? നമ്മള് വിചാരിക്കൂലല്ലോ ഇവർക്ക് നേരം കിട്ടൂല എന്നൊക്കെയല്ലേ വിചാരിക്കും. അതെ. സാറിന് ഈ ഇന്ദ്രധനുസ് എന്നുള്ള പേരെന്നാണ്, അതാണ് എൻ്റെ ആത്മകഥയുടെ പേര്, ഇന്ദ്രധനുസ്. ആരിട്ടതാണ് ആ പേര്? മാതൃഭൂമിയുടെ വീക്കിലി അവര് തന്നെ? അല്ല, നമ്മളെ സുഭാഷ് ചന്ദ്ര സാർ. അതെ അതെ. എന്താ പേരെന്ന് ചോദിച്ചോളൂ, അങ്ങനെ ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇതാണ് മഴവില്ലെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ഒരിക്കൽ മൗസാറിനോട് ഒരിക്കൽ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ആത്മകഥ എഴുതാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമായ ഒരു കാര്യമായിരുന്നു. ഞാൻ എഴുതുമ്പോൾ എല്ലാം തുറന്നെഴുതും, അത് പലരെയും നോവിക്കും, ആരെയും അങ്ങനെ നോവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ മാതൃഭൂമിയിൽ കണ്ണശ ഇത് വന്നതാണ്, പക്ഷേ അതിൽ ചില അധ്യായങ്ങൾ ഞാനും വായിച്ചിട്ടുണ്ട്, എല്ലാം വായിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ആരെങ്കിലും നോവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ആത്മകഥയിലുണ്ടോ? അല്ലെങ്കിൽ നോവിക്കേണ്ട എന്ന് പറഞ്ഞ് മൗനം പാലിക്കുകയാണോ? ഇല്ല. എല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ അതുവരെ ഞാൻ പോയിട്ടില്ല ശരിക്കും. ഞാൻ എന്താണ്, എവിടെ നിന്ന് തുടങ്ങി, എന്താണ് മോഹിച്ചത്, ഇറങ്ങിയിട്ട് തൊഴിലിനൊപ്പം എന്തൊക്കെയാണ് സ്വപ്നം, എൻ്റെ ആഗ്രഹം, അവിടെ എത്തുന്നിടത്ത് നിർത്തുക. നടനാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. നാടകത്തിലും എത്തുന്നില്ല, അവിടെ എത്തുന്നില്ല. അപ്പം തൊഴിലിൻ്റെ ഒരു പിൻബലം വെച്ച് ഞാൻ ഇങ്ങനെ തുഴഞ്ഞ് സിനിമയിലെത്തുന്നു. അവിടെയും ഉള്ളിൽ വെച്ച് പുറത്ത് പറഞ്ഞാൽ കൂട്ടുകാരായാലും ചിരിക്കുന്ന ഒരു രൂപമുള്ള ഞാൻ നടനായി എൻ്റെ ചുവരിലൊക്കെ എൻ്റെ പോസ്റ്റർ കണ്ടു എന്ന് വരുന്ന ഒരു സ്ഥലത്ത് ഞാൻ അവസാനിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ആരെയും മറ്റാരെയും നോവിക്കേണ്ടി വന്നില്ല. പക്ഷെ അതുവരെ കോസ്റ്റ്യൂം ചെയ്യുന്ന സമയത്തുള്ള പല കാര്യങ്ങളുണ്ട്, അത് ചിലർക്ക് അതിൽ നോവാനൊന്നുമില്ല, നോവാൻ സാധ്യതയില്ല. എനിക്ക് നൊന്തതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നൊന്ത ഒരു അനുഭവം എന്താണ് അതിനകത്ത് പങ്കുവെച്ചത്? നൊന്തത് അത് എൻ്റെ തന്നെ എന്നെ കാണുമ്പോഴുള്ള വൈകല്യങ്ങളൊക്കെ ഇല്ലേ സിനിമയിൽ തന്നെയും. സിനിമയ്ക്കൊരു നിറമുണ്ടല്ലോ, അപ്പം അതിൽ വർക്ക് ചെയ്യുന്നവർക്കും ഉണ്ടത്. ഈ ഒരു സൗന്ദര്യവും ഭംഗിയൊക്കെ എല്ലാ മേഖലയിലും എല്ലാ തൊഴിലിനും അപ്പിയറൻസ് ഒരു വലിയ വിഷയമാണ്. എത്ര അറിവുള്ള ഒരു സംവിധായകനായാലും എല്ലാത്തിനും ഭംഗിയൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഈ കോസ്റ്റ്യൂം അസിസ്റ്റൻ്റായിട്ടൊക്കെ നടക്കുമ്പോൾ പലർക്കും ഒന്ന് ക്ഷമിക്കാം, സഹിക്കാം, ഇവനെ കൊണ്ട് അറിയോ, സെറ്റിൽ അറിയാവുന്നുള്ളവരെ നിർത്തണം എന്നൊക്കെ എന്നെ നോക്കിയിട്ട് ചീഫിൻ്റെ അടുത്ത് ഉപദേശിക്കാറുണ്ട്. അപ്പം അത് ചീഫാകുമ്പോൾ ഉള്ള ഒരു ദുരന്തം ഉണ്ടല്ലോ. ചിലപ്പം ചില ഓടിച്ചെന്ന് കാറി കയറുമ്പോഴത്തേക്ക് നിൽക്ക് അടുത്ത വണ്ടിയിൽ വാ, അല്ലെങ്കിൽ ജീപ്പ് വരുന്നുണ്ട്, അങ്ങനെ വാ എന്നൊക്കെ പറയില്ലേ. അപ്പം നമ്മൾ അവർക്ക് ചിലപ്പോൾ ഞാൻ എന്നെ അറിയില്ല, എൻ്റെ തൊഴിലിൻ്റെ എന്താണെന്നറിയില്ല. ആദ്യം ചെന്നിറങ്ങിയിട്ട് നമുക്ക് ഷോട്ട് ക്യാമറാമാനും എത്തുമ്പോഴത്തേക്ക് റെഡിയാക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ഉപകരണങ്ങളും നമ്മുടെ ഉണ്ടാവാം. നമ്മുടെ സാധനങ്ങളായിട്ട് വണ്ടി വേറെ വരുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും പ്രത്യക്ഷത്തിൽ ഒന്നും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതൊക്കെ സംഭവിച്ചു. പക്ഷെ അത് അത്രയും ചിന്തിക്കാനുള്ള അറിയാത്തതുകൊണ്ട് അന്നേരം സങ്കടം വരും. അവരുടെ പേരുകളൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പലരും അങ്ങനെ പിന്നെ കാണുന്നവരല്ല, നിരന്തരമായിട്ട് കൂടെ സഞ്ചരിച്ചവരെയൊക്കെ അറിയാം. അതൊക്കെ നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ള ആൾക്കാർ പിന്നീട് ചേട്ടൻ വലിയ നടനായതിനു ശേഷം കണ്ടിട്ടുണ്ടോ? അവരെ കണ്ടിട്ടുണ്ട്, ഉള്ളവരുണ്ട്. അവര് അപ്പോഴത്തെ പ്രതികരണം എന്തായിരിക്കും? പിന്നെ അത് വായിക്കണമെന്നില്ല, അവരൊക്കെ ഉള്ളവർ വായിച്ചിട്ടുണ്ടോന്നറിയാം. പുസ്തകം ഇറങ്ങിയ ശേഷം പിന്നീട് ഇനി എന്താണെന്ന് അറിയാം. ചേട്ടനോട് പറഞ്ഞിട്ടില്ല? പിന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും നിൽക്കുന്നു, കോസ്റ്റ്യൂമറായിരുന്നു, ഇപ്പം നടനായി, എങ്കിലും കണ്ടിട്ടുണ്ട്. എങ്കിലും അവരതൊന്നും ഓർക്കണം, അവർ എന്നെ പോലെ ഒത്തിരി പേരെ നോവിക്കുന്നവരായിരിക്കും നിരന്തരമായിട്ട്. ഈ നടനായതിനു ശേഷം അങ്ങനെ എന്തെങ്കിലും വേറെ കൃത്യങ്ങളൊക്കെ മലയാള സിനിമയിൽ നേരിട്ടുണ്ടോ? ഇല്ല. ഞാൻ അപ്പോഴും നടനായിട്ട് നിന്നില്ല. കോസ്റ്റ്യൂമർ എങ്ങനെ നിൽക്കുന്നു അതുപോലെ നിന്നോളൂ. അന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ. അത് ധാരാളമാണ്. ഒരുപക്ഷെ ഈ തന്ന വേദനകളാണോ അല്ലെങ്കിൽ ഈ തിരസ്കരണങ്ങളാണോ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ നമ്മളെ പ്രേരിപ്പിച്ചത്? അതറിയാൻ വയ്യ. വെച്ചാല് ഞാൻ എന്തിനാ ഇങ്ങനെ ചൂടുന്നില്ല എന്ന് കൂട്ടുകാരൊക്കെ പറയിക്കാൻ പിടിച്ചിരുന്നപ്പോൾ അറിയാതെ സ്റ്റെപ്പ് പുറകിലോട്ട് പോകും. അത് ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടും അത് അങ്ങോട്ട് വരുന്നില്ല. ഇപ്പൊ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ പോലും വരുന്നില്ല. പക്ഷെ ഈ വിനയത്തെയാണ് ആളുകൾ ഒരുപക്ഷെ വേറൊരു തരത്തിൽ തന്നെ കളിയാക്കുന്നതെന്ന് തോന്നുന്നല്ലേ? അത് ഒട്ടും അഭിനയമല്ലെന്നുള്ളത് നമുക്കറിയാം, ചേട്ടനെ അടുത്തറിയാവുന്നവർക്കറിയാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയാറുണ്ട് ചിലപ്പോൾ. ഇപ്പം പലരും പറയുന്നുണ്ട് ഈ ചേട്ടൻ്റെ ഈ വിനയം അഭിനയമാണെന്ന്, അല്ലേ? അത് അങ്ങനെ പറയുന്നവരോടുള്ള ചേട്ടൻ്റെ മറുപടി എന്താ? ആയിരിക്കും, ഞാനത് ശീലമായിപ്പോയത്, അഭിനയിച്ചതായിരിക്കും. എനിക്കറിയാവുന്ന, എനിക്ക് എൻ്റെ അറിവിലൊരു 10-22 വർഷമായിട്ട്, 22 വർഷത്തിന് മേളിൽ ചേട്ടനെ കോസ്റ്റ്യൂമറായിരിക്കുന്ന കാലം മുതൽ ഏതാണ്ട് അറിയാം.
അന്ന് തൊട്ട് അന്നും എങ്ങനെയാണോ ഇന്ദ്രൻ ചേട്ടൻ ഇന്നും ഇപ്പോൾ ഈ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വലിയ മഹാനടനായി മുന്നിലിരിക്കുമ്പോഴും അതിൽ നിന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ അനുഭവം. പേഴ്സണലി സുരേഷിക്ക് അറിയാവുന്നുള്ളതുകൊണ്ട് അത് അറിയാത്ത ഒരാൾ പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് സ്വാഭാവികം അങ്ങനെ ചോദിക്കാൻ അവകാശമുണ്ട് തോന്നുകയും ചെയ്യും. ചേട്ടൻ്റെ മറുപടിയിൽ തന്നെ അതിൽ വളരെ ബുദ്ധിപരമായ ഒരു അല്ലെങ്കിൽ എല്ലാം അവരോട് പറയാനുള്ള പറച്ചിലുണ്ട്. അത് അഭിനയമാണെന്ന് സമ്മതിക്കുകയാണ്. കാരണം അന്നത്തെ എൻ്റെ കോലത്തിന് ഈ സിനിമ പോലുള്ള ഒരു വലിയ സംഭവത്തിലേക്ക് അതിൻ്റെ ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ച് കയറി ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന പോലെ നിൽക്കാൻ യോഗ്യമല്ലാത്തൊരു രൂപമായിരുന്നു. അപ്പം അവിടെ കുറച്ച് കൂടുതൽ കുനിഞ്ഞായിരിക്കും ഒരു പക്ഷേ പടിയുന്നു, അങ്ങോട്ട് ഇച്ചിരി കയറിയിരുന്നു, ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിരുന്നു, അങ്ങനെ കയറിക്കൂടിയത്. അപ്പോൾ അന്ന് ചിലപ്പോൾ അന്നത് അഭിനയം തന്നെ ആയിരുന്നിരിക്കും, കള്ളത്തരായിരിക്കും. പക്ഷെ അതങ്ങ് ശീലമായിപ്പോയി അല്ലേ? ശീലം അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ധൈര്യമായിട്ട് കസേര മുന്നിലോട്ട് വലിച്ചിട്ടിരിക്കാൻ പാകത്തിൽ വളർന്ന വലിയൊരു കലാകാരനാണ് ഇന്ദ്രൻ സനാഥ്, ഒരു സംശയമില്ല. അതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാനും. ഇന്ദ്രധനുസിൻ്റെ 2 കവർ പേജുകളായിട്ട് പുറത്തു വരുന്നു. അതിലിപ്പോഴും ചാർലി ചാപ്ലിൻ്റെ ഒരു പടമുണ്ട്. ആ ചേട്ടൻ ഇങ്ങനെ ഒരു അതിനെന്ത് ബാക്കിൽ കൂടി ആ ചാപ്ലിൻ അപ്പുറത്തിരിക്കുന്നതായിട്ടാണ്. ചാപ്ലിനാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം, അല്ലെങ്കിൽ ചാപ്ലിനെ ഭയങ്കര ഇഷ്ടമാണോ? ലോകത്ത് അങ്ങനെ തോന്നാൻ തന്നെ കാരണം അത് എനിക്ക് ലോകത്ത് അങ്ങനെ എല്ലാവരും കുട്ടികൾ വരെയും ഇഷ്ടപ്പെടുന്ന ഇതല്ലാതെ ഒരു പേര് പറയാനില്ല. ഭാഷ ഏതായാലും ഏത് രാജ്യത്തായാലും അതുപോലൊരു പേര് വേറെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം കാണുന്നതും അങ്ങനെ തന്നെ. പിന്നെ ആ പുസ്തകമൊക്കെ വായിച്ചപ്പോഴത്തേക്ക് ഒന്നുമല്ല, നമുക്ക് ഇനിയും ചുരുങ്ങാം. അത്രയും തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ അല്ലേ കടന്നു ധൈര്യം അതൊക്കെ തന്നെ, അങ്ങനെയുള്ള ആ ജീവിതമൊക്കെ തന്നെയാണ്. ചാപ്ലിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്? എത്ര തവണ വായിച്ചിട്ടുണ്ടാവും?2 പുസ്തകങ്ങൾ കിട്ടി, 2 പ്രാവശ്യം വായിച്ചു. പിന്നീട് എനിക്ക് എന്താ വലിയ പൂർണ്ണമായിട്ടുള്ള കിട്ടി. ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതമാണ് നമ്മളെയൊക്കെ കുറച്ചും കൂടി കരുത്തരാക്കുന്നല്ലേ മുന്നോട്ട് പോകും. ഇത് എടുത്തു പറയാൻ വേണ്ടി ഒന്നുമല്ല, ഇത് അതിനേക്കാൾ വലിയൊരു. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനും അദ്ദേഹമാണോ? അങ്ങനെ തന്നെ പറയാം അല്ലേ? പിന്നെ അത് അത് കുറച്ച് വളർന്ന ശേഷമാണ് നമ്മളത് അതിന് ശേഷം അറിയുമ്പോഴത്തേക്കാണ് അത്. അതിന് മുമ്പ് നമ്മൾ കാണുന്ന ചെറിയ കാഴ്ചയിൽ നമുക്ക് നാഗേഷ്, വെറുതൂർക്ക, അങ്ങനെയുള്ള ആൾക്കാരെയാണ്. അതിനുശേഷം നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ കൂടുതൽ നമുക്ക് ശ്രദ്ധ ചെന്ന് പതിയുന്നത്, നോട്ടം എത്തുന്നത് അതിലേക്ക്, ചാപ്ലിനെ പോലെയുള്ള ആൾക്കാരിലേക്കാണ് അല്ലേ? അതുകൊണ്ടാണ് ആ പുസ്തകത്തിൽ അത് വേണമെന്നുള്ള ചേട്ടൻ്റെ നിർദ്ദേശമായിരുന്നു? അതോ അവര് പുസ്തകം വായിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ അത് എടുത്ത് വെച്ചു. നേരത്തെ പറഞ്ഞു ആരെയും നോവിപ്പിക്കാൻ പാകത്തിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇനിയൊരു കാലത്താവാം, ഇല്ല പക്ഷേ ഇനി കാലം അങ്ങനെ വെക്കുന്നുണ്ടാവാം. പക്ഷേ ആർക്കെതിരെയും പൊട്ടിത്തെറിക്കാത്ത അല്ലെങ്കിൽ ആരോടും വഴക്ക് പറയാത്ത ഒരാൾ ഒരു നിമിഷത്തിൽ ഒന്ന് ബേസ്റ്റ് ഔട്ട് ആവുന്നത് ഒന്ന് ഭയങ്കരമായൊരു പൊട്ടിത്തെറി ആയിരുന്നില്ല. പക്ഷെ അത് ഹോമിൻ്റെ ഒരു അവാർഡ് പ്രഖ്യാപന സമയത്തായിരുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ. അന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ദ്രൻസ് കുറച്ചും കൂടി ക്ഷുഭിതനായിരുന്നു. അത് ഒരു ഭയങ്കര ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പറഞ്ഞത് ഒരു വീട്ടിലൊരു ഒരാൾക്ക് കുറ്റം ചെയ്താൽ അത് മറ്റംഗങ്ങൾ കൂടി അത് അനുഭവിക്കണമെന്നുള്ളതാണ്. ഇന്നും അന്ന് പറഞ്ഞത് അതിനേക്കാൾ ശക്തമായിട്ട് പറയണമെന്നോ ഇല്ലെങ്കിൽ അത്ര പോരായിരുന്നോ എന്നോ തോന്നിയിട്ടുണ്ടോ ഇപ്പോഴും? ഇല്ലെങ്കിൽ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്? ആ നിലപാടിൽ തന്നെയാണ്. അത് ഓരോ കാലഘട്ടത്തിൽ കാരണങ്ങൾ കണ്ടുപിടിക്കലാണ്. അപ്പം എനിക്ക് കിട്ടാഞ്ഞിട്ട് അപ്പോൾ പറയും അവന് കൊതിക്കറുക കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയും. എന്നെക്കാളും ഞാൻ ആ സിനിമ അതിൽ പറയുന്ന വിഷയങ്ങളോ അതിലുള്ള മറ്റ് ആർട്ടിസ്റ്റുകളോ അതിൻ്റെ എഴുത്തുകാരനോ സംവിധാനമൊക്കെ എനിക്ക് മഹത്തരമായിട്ട് തോന്നി അപ്പോഴും. അപ്പോൾ അത് നമുക്ക് എനിക്ക് മാത്രമല്ല സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, അതിന് കണ്ടുപിടിച്ച കാരണം ഒന്നായിരിക്കും ഒരു പക്ഷേ. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിനൊരു മറിയായിരുന്നു. അത് എല്ലാ കാലത്തും ഒരു പക്ഷേ ഉണ്ടാവുമായിരിക്കും. നമുക്കങ്ങനെ തോന്നിയപ്പോഴത്തേക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. അന്ന് അത് കിട്ടാത്തതിൽ ആ നിരാശ ഇപ്പോഴും ഇല്ല? നിരാശയില്ല. ഇല്ല. അതുപോലുള്ള സിനിമകൾ തഴയപ്പെടുമ്പോഴത്തേക്ക് സങ്കടമാണ്. മലയാളം മര്യാദയ്ക്ക് നമ്മുടെ സംസ്കാരം നന്നായി പറയുന്ന ഒരു സിനിമ അത് നിഷേധിക്കുക, പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് നല്ലതല്ല എന്നുള്ളൊരു സങ്കടം എല്ലാ കാലത്തും അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മളിലൂടെ വന്നപ്പോഴത്തേക്ക് പറയാനുള്ളൊരു സ്പേസ് കിട്ടി പറഞ്ഞു. അതുകൊണ്ടാണെന്ന് ഒന്ന് പൊട്ടിത്തെറിച്ചത്. എന്നിട്ട് അതിൻ്റെ സംവിധായകനോ ആരും ഒന്നും മിണ്ടിയില്ല. അവരാരും അതിൻ്റെ ക്യാമറാമാനാവട്ടെ, ആർട്ട് ഡയറക്ടറോ മറ്റുള്ള ആർട്ടിസ്റ്റുകളോ
ആരും ഒന്നും മിണ്ടിയില്ല. അതെ. അപ്പം പറയുന്നെങ്കിൽ ചേട്ടനല്ലേ പറയാം, ചേട്ടൻ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നവരധികം ഉണ്ടായിരുന്നു. അതെ അതെ. വിജയബാബു വന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, പറഞ്ഞില്ല. അദ്ദേഹം വന്ന ആ ഒരു കരിനിഴലായിരിക്കും അവർ, പക്ഷെ അതെ അതെ ഈ പടത്തെ മൊത്തത്തിലും ബാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബ പശ്ചാത്തലം ഒരു പറഞ്ഞ അദ്ദേഹം അതിൻ്റെ ഒരു ഉണ്ടാക്കി അതിനുവേണ്ടി സമ്പത്ത് മുടക്കിയ ഒരാളായിരിക്കും. പക്ഷെ ഒരു സംവിധായകന്റെ ചിന്തയും അയാളുടെ അധ്വാനം എത്രയോ പേരില്ലേ. പിന്നെ ഒലിവർ ട്വിസ്റ്റിന് ദേശീയ പ്രത്യേക നാഷണൽ പുരസ്കാരം കിട്ടിയ സമയത്ത് അവർക്കുള്ളൊരു മധുര പ്രതികാരമാണ് ഈ അവാർഡ് എന്നുള്ളൊരു ചിന്തയെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിലെങ്കിലും വെറുതെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആ നാണവും മാനവും അവർക്കുണ്ടാവില്ല. അതുങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സംവിധാനം അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും കാണിക്കാറ്. അതുകൊണ്ട് അങ്ങനെ തോന്നിയില്ല. പക്ഷേ ആ ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ആ പടത്തിന് പ്രദർശിപ്പിക്കേണ്ടി വന്നപ്പോഴും ഞാൻ പിന്നെ പോയില്ല. ഇതേപോലെ ഇപ്പോൾ സുരേഷ് ചോദിച്ച ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പിന്നെയും പറയണ്ടേ, ആവർത്തിക്കണ്ടേ. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയില്ല. അത്ര സിസ്റ്റങ്ങളോടൊക്കെ കുറച്ച് വെറുപ്പുണ്ടല്ലേ ഇന്ന് നമ്മുടെ ഈ അവാർഡ് കമ്മിറ്റി അത്തരം? അത് ഇപ്പോഴും നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ജഡ്ജിങ് കമ്മിറ്റി, ജൂറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭാഷ അറിയാത്ത ഒരാളെ കൊണ്ടുവരുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചാൽ അങ്ങനെ പറഞ്ഞ് വിടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ ഇവിടെ ഉണ്ടാക്കിയ ഒരുപാട് വേറെ പടങ്ങളുണ്ട് നല്ലത്. ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം മോശം പ്രവണതകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ IFFKയിൽ നടന്ന ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു പടം ഏതായിരുന്നു? ചേട്ടന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന പടം ഏതാണ്? ഒത്തിരി ഉണ്ട്. പിന്നെ പേരെടുത്ത് പറയാനില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലേ? ജീവിതത്തിലെ ഒലിവർ ട്വിസ്റ്റിനെ, അതായത് ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം സിനിമയിൽ ഇപ്പോഴും ആ കുത്തി വിളിക്കുന്ന ഫോൺ മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. പിന്നീട് അദ്ദേഹം പഠിക്കുന്നുണ്ട് ടച്ച് സ്ക്രീനൊക്കെ. യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പോഴും പഴയ പ്ലാറ്റ്ഫോം തന്നെയാണോ അത്? ടച്ച് ഫോൺ അതോ മാറ്റി? ഇടയ്ക്ക് മമ്മൂക്ക വിളിച്ച് പറഞ്ഞ് നമുക്ക് ഒന്ന് വിളിച്ച് സംസാരിക്കണമെങ്കിൽ മറ്റേ മോൻ്റെ അതൊക്കെ മെസ്സേജൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ എന്തിന് പേടിച്ചിട്ടാണോ ഞങ്ങളൊക്കെ കേൾക്കുന്ന തെറിയൊന്നും അല്ലെങ്കിൽ അഭിനന്ദനവും നല്ലതായാലും ചെയ്ത് ഞങ്ങൾ അനുഭവിക്കുന്നതൊന്നും വേണ്ടി വരൂല്ലോ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു. ഏത് സെറ്റിൽ വെച്ചായിരുന്നു? സെറ്റിലല്ല, ഫോണിൽ വിളിച്ചു സാറ് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എല്ലാവരോടും ആകെ സംസാരിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വിളിക്കുമ്പോൾ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു. ഞാൻ പിന്നെ ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചു, മോഹനെ വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പൊ സംസാരിച്ചപ്പോഴാണ് ഇതിനെ പറഞ്ഞത്. സ്വകാര്യമായിട്ടൊക്കെ പറയാനുള്ളെങ്കിലേ കുട്ടികളോട് അങ്ങനെ പറയണ്ടായിരുന്നു. ഇപ്പോ വലിയ ഫോണായി പഠിച്ചുവല്ല ഇല്ല, ആരെങ്കിലുമൊക്കെ സഹായിക്കും. ഇപ്പോഴും അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ പേട്രിയറ്റിന്റെ പ്രമോഷനുമായിട്ട് വന്നിരുന്നപ്പോഴും കുട്ടന്റെ ശിനിഗാമിയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജാഫറും എന്നാണ് അദ്ദേഹം, ജാഫർ ഇടുക്കിയും ഇന്ദ്രൻസ് അഭിനയിച്ച പടത്തിനെ കുറിച്ച്. എന്താണ് ആ പടത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് തോന്നുന്നു ഇന്ദ്രൻചേട്ടന്റെ ഫോണിലേക്കാണ് മെസ്സേജ് അദ്ദേഹം നമുക്ക് അയച്ചത്. നല്ല ചെറിയ പടങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൽ വിഷമമുണ്ട്. കാണുമ്പോഴത്തേക്ക് പറയും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലർ നല്ല സിനിമ അത്രയും ഗൗരവമായിട്ട് ഉണ്ടാക്കുന്നതും പോലും കാണുന്നില്ല. ചെറിയ സിനിമ ഒരുപക്ഷെ യുക്തിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവമൊന്നും കാണില്ല. കുഞ്ഞു സിനിമ ഇത് ഓടാൻ കൊള്ളാമെന്ന് ഒരു പക്ഷേ അവർ തന്നെ വിചാരിച്ചിട്ട് തിയേറ്ററുകളുണ്ട് എന്നുള്ള കാര്യം പോലും മറന്നു. ചെയ്തു കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഊർജ്ജവും പോകും, പിന്നെ കഴിഞ്ഞു അതോടെ. അപ്പം അങ്ങനെയുള്ള സിനിമകൾക്ക് വരുന്നതാണ്. അപ്പോൾ അത് പറയും പേര് ഒരു കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് പേരിടുന്ന പോലെയല്ലേ ഒരു സിനിമയ്ക്ക് പേരുന്നത്. അതിനെങ്കിലും ഒരു വൃത്തി വേണ്ടേ? അങ്ങനെ അദ്ദേഹം മമ്മൂക്ക വിളിച്ച് എന്തെങ്കിലും സിനിമ കണ്ടിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും സിനിമ ഉണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഹോമൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ട്. ആളൊരുക്കങ്ങ ആറ്റിൻ്റെ അതിന് ഫെസ്റ്റിവലിൽ എന്തോ കണ്ടിട്ട് വിളിച്ചു. എല്ലാവരും വിളിക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ചൊരു സിനിമയോ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ പേടിയും അതാണ് നമുക്ക്. എന്തെങ്കിലും അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ചേട്ടൻ്റെ കരിയറിൽ ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ളൊരു കഥാപാത്രം ഈ ഒലിവർ ട്വിസ്റ്റ് ആയിരിക്കും. അതിനേക്കാളും ബുദ്ധിമുട്ടിച്ചതൊക്കെ ഉണ്ട്. അതിൽ ബുദ്ധിമുട്ടിയൊന്നുമില്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ കൊറോണ സമയത്തല്ലേ എല്ലാം അടച്ചുകൂട്ടി പഠിച്ചു, ആളൊക്കെ കുറച്ച് അങ്ങനെ. പക്ഷെ അത് എനിക്ക് അഭിനയിക്കേണ്ടി വരാത്ത പോലത്തെ വിഷയവും ജീവിത സാഹചര്യങ്ങളും സംവിധായകർ നമ്മളെ ചെയ്യിക്കുന്ന രീതിയും സംഭാഷണവും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മള് കഥാപാത്രമായി നിൽക്കുന്ന ഒരു സ്ക്രീൻ ഉണ്ട്, സിൽവർ സ്ക്രീൻ. നമ്മൾ പ്രേക്ഷകനായി നിന്നുകൊണ്ട് കാണുമ്പോൾ ഉണ്ട്. രണ്ട് അളവുമല്ല.
അപ്പോൾ നമ്മൾ ആ സിനിമ, നമ്മുടെ സിനിമ കാണുമ്പോൾ ഒന്ന് കണ്ണ് നിറയുന്ന, ഞാനൊക്കെ ആ സിനിമ കണ്ട് ഇഷ്ടംപോലെ കരഞ്ഞിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ കരഞ്ഞ ഏതെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടോ? എനിക്കതിൽ അങ്ങനെ എനിക്ക് ഒരു വല്ലാത്ത ഒരു മൂഡ് തോന്നിയൊരു സീന്, അമ്മ മഞ്ജു പിള്ള വന്നിട്ട് അച്ഛനെ വഴക്ക് പറയും. അതെ അതെ. ബന്ധുക്കളൊക്കെ ഇരിക്കുന്നു, മഴ പെയ്യുമ്പോൾ അച്ഛനവൻ പറയും നിൻ്റെ തന്തയാടാന്നൊക്കെ പറയില്ലേ, അതെ അതെ അതെ. ഒക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അകത്തുനിന്ന് വാതിലിൻ്റെ അവിടെ അച്ഛൻ വന്ന് നിന്നിട്ട് ഒന്ന് നോക്കും. അതെ. നോക്കുമ്പോൾ അവർ മരുമോളാണ് നമ്മൾ പറയുമ്പോഴേ അതെ അതെ. അവരെന്ത് പെട്ടെന്ന് ആ രംഗശാന്തി. അപ്പോൾ ഇത്ര മുതിർന്ന ഒരാൾ, ഒരു ഗുണവും ഇല്ലാത്ത സുഖമില്ലെങ്കിൽ പോലും ആ ഒരു വൃദ്ധൻ ആ വീട്ടിലുള്ള ഒരു വില വല്ലാതെ തോന്നി. സിനിമയിൽ എനിക്കെപ്പോഴും വിട്ട് മനസ്സെന്ന് പോകാത്തൊരു സീൻ അതാണ്.